ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ സ്തോത്രം, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ആരാധനയ്ക്കായി സ്തോത്രം. വചനം അവിടുത്തതാണ് കർത്താവേ, ഞങ്ങൾക്കത് വിഭാഗിച്ച് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലാക്കി കർത്താവ് തീർക്കണമേ. അവിടുത്തെ ജനത്തെ എല്ലാം ഇന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ, ദൈവപ്രവൃത്തി കാണാൻ സഹായിക്കണമേ കർത്താവെ. അടിയൻ ഈ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അടിയൻ്റെ കുടുംബത്തെ, വൈഫിനെ, കുഞ്ഞിനെ, സഭയെല്ലാം മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം വലിയ ചെയ്യാൽ സ്തോത്രം, വിടുതലയക്കിയാൽ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദം. ഏകനെന്നു നീ കരുതിടുമ്പോൾ തുണയായാരും ഇല്ലെങ്കിലും, ഏകനെന്നു നീ കരുതിടുമ്പോൾ തുണയായാരും ഇല്ലെങ്കിലും, തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൻ നിഴലിൽ അഭയം തരും. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൻ നിഴലിൽ അഭയം തരും. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ദൈവത്തെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ എവരെയും സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുക്കിലേക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വരും. സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കേട്ട് സമൃദ്ധി പ്രാപിക്കാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിലും വലിയൊരു വിടുതലാണ്. സ്തോത്രം. എൻ്റെ ശരീരത്തിൽ തന്നെ നല്ലൊരു വിടുതൽ വന്നതായിട്ട് ഞാൻ തന്നെ അനുഭവിക്കുകയാണ്. അമ്മ ഉറങ്ങാൻ കിടന്നാൽ സുഖമായ ഉറക്കം, ആമേൻ. പ്രാർത്ഥിക്കാനുള്ള സമയമാകുമ്പോൾ ഉണരുകയും ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അലാറം വെച്ചാലും ആമേൻ സ്തോത്രം, അലാറം വെക്കുന്നതിന് മുമ്പേ ഉണരുകയാണ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം ആമേൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാൽ ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്.
ഇന്ന് രാവിലെ നമ്മൾ അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവന്, നമ്മുടെ ഭക്തിക്ക്, നമ്മുടെ ജീവന് ബലം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനുള്ള ഭക്തി വർദ്ധിക്കാൻ തക്കവണ്ണം ജീവിതത്തിൽ കാരണമാകട്ടെ. വലിയ ദൈവപ്രവൃത്തി ആയിക്കട്ടെ. സ്തോത്രം. നമ്മളെല്ലാവരും ഇന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയാലാണ്. ഒരു വാക്യം നാം വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുകയാണ്: വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, കൃപയാലല്ലോ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് പ്രവൃത്തികളൊന്നും കാരണമല്ല എന്നാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. സ്തോത്രം. വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വിശ്വാസത്താലാണ്. കൃപ, ആമേൻ, ദൈവം നമ്മുടെ മേൽ പകർന്ന കൃപയാലാണ്. അതുകൊണ്ട് പ്രവൃത്തികളൊന്നും കാരണമല്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവൃത്തികൾ ചെയ്താലും പ്രവൃത്തികളിലൊന്നും നമ്മൾ ഊറ്റം കൊള്ളേണ്ടതായ കാര്യമില്ല. എല്ലാം ദൈവത്തിന് സമർപ്പിതമായിരിക്കട്ടെ. ആമേ, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നവൻ മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേ, നട്ടുകൊള്ളുക, നനച്ചുകൊള്ളുക, അതിൻ്റെ മേൽ ഫലം തന്ന് അതിനെ വളർത്തുന്നവൻ നമ്മുടെ ദൈവമായ കർത്താവാണ്. അത് പ്രവൃത്തികളൊന്നും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഈ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് ജീവൻ തന്നതുകൊണ്ട് ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു, ആഹാരം കഴിക്കുന്നു, നടക്കുന്നു, എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലുമായിരിക്കുന്നു. സ്തോത്രം. എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ മേൽ കൃപയാക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പാടിങ്ങനെ കണ്ടു. അത് 1 ശമൂവേലിൻ്റെ പുസ്തകം 30:18 അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതെല്ലാം ദാവീദ് തിരിച്ചു പിടിച്ചെന്ന്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് കണ്ട വെളിപ്പാടാണ്. ആ വാക്യം തന്നെ ഇന്ന് ദൈവദാസൻ വായിച്ചു. മുടന്തുള്ളതിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു. സ്തോത്രം. ചിതറിപ്പോയതിനെ കൊണ്ടുവന്നു. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആ ദൈവം തന്ന ദൂതാ കേട്ടോ. ഇന്ന് രാവിലെ കർത്താവ് എനിക്ക് ദർശനത്തിൽ കാണിച്ചു തന്നൊരു ദൂതാണ്. ആ വചനം നോക്കാൻ. ഹല്ലേലൂയ. അപഹരിച്ചു കൊണ്ടുപോയതിനെല്ലാം തിരിച്ച് പിടിച്ചു. സ്തോത്രം. അപ്പോൾ ഈ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പിടിക്കലാണ്. സ്തോത്രം. ഹല്ലേലൂയ. പുറത്തു പോകലല്ല, തിരിച്ച് പിടിക്കലാണ് പോരാട്ടം. സ്തോത്രം. ദൈവം അതിന് നമ്മുടെ ജീവിതത്തിന്മേൽ ശക്തി തരികയാണ്. ഇവിടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെ അതിനായിട്ട് ശക്തീകരിക്കാൻ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തോട് നിരന്നുകൊള്ളുക. എല്ലാവരും കൂൾ ഡൗൺ ആയിരിക്കുക. ചിലരെല്ലാം ഇങ്ങനെ പ്രഷർ പിടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നത്. ബലം പിടിച്ചിരിക്കുന്നു. ബലം ഒന്നും പിടിക്കണ്ട. ദൈവം അനുഗ്രഹിക്കാതെ വിടുകയില്ല. സ്തോത്രം ചേട്ടാ. ഹല്ലേലൂയ. ദൈവം വിടുവിക്കാതെ വിടുകയില്ല. സ്തോത്രം ചെയ്യാം. ആരും വിഷമിക്കണ്ട. കർത്താവ് സഹായിക്കും. ആമേ. എല്ലാ വിഷമങ്ങളും, ചില വിഷമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളായിരുന്നാലും വിഷമിക്കണ്ട. ദൈവം നിങ്ങളെ പരിശോധിച്ച് തീച്ചൂളയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു പകിട്ടുള്ള ഒന്നാക്കി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്തോത്രം ചെയ്തട്ടെ. ഹല്ലേലൂയ. നോഹ പെട്ടകം പണിതപ്പോഴേ ഏതെല്ലാം മൃഗങ്ങളെ കയറ്റി, ശുദ്ധിയുള്ളതും ശുദ്ധി ഇല്ലാത്തതും എല്ലാം കയറ്റി. സ്തോത്രം. ആനയൊക്കെ 2-3 കാല് വെച്ചപ്പോൾ തന്നെ പെട്ടകത്തിൽ ചെന്നു. കുതിരയാണെങ്കിൽ ചാടി ഓടി അതിനകത്ത് ചെന്നു. മുയൽ 2 തെറിക്കലിന് മുയൽ പെട്ടകത്തിൽ ചെന്നു. പക്ഷേ ഒരു കാര്യം, ഒച്ചഴിഞ്ഞ് വരാൻ 1 മാസം എടുത്തു. ഒച്ചും കൂടെ വന്നതിന് ശേഷമേ പെട്ടകം പുറപ്പെട്ടുള്ളൂ. അതുകൊണ്ട് ആരും അമ്മേ സ്വതന്ത്രം അമ്മ വിഷമിക്കണ്ട. കർത്താവ് അനുഗ്രഹിക്കാതെ വിടുകയില്ല. അനുഗ്രഹിക്കാതെ വിടമാട്ടേൻ. സ്തോത്രം. അവൻ അനുഗ്രഹിക്കാതെ വിടുകയില്ല. നമ്മെ എല്ലാം അനുഗ്രഹിക്കുന്നവനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. എന്നാൽ ദൈവം മുമ്പാകെ നമ്മൾ നേരെ നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ ലേഖനം 5:20 പറയുന്നത് ദൈവത്തോട് നിരന്നുകൊള്ളുക. സ്തോത്രം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാം കളഞ്ഞ് ദൈവത്തോട് അങ്ങ് നിരന്നുകൊള്ളണം. അമ്മേ, റെക്കൺസൈൽ വിത്ത് ഗോഡ്. അങ്ങനെയല്ലേ? ദൈവത്തോട് അങ്ങ് നിരന്നുകൊള്ളുക എന്നാണ് പറയുന്നത്. സ്തോത്രം. അമ്മ, എബ്രായ ലേഖനം 4:13 പറയുമ്പോൾ അവിടെ പറയുന്നത് നമുക്ക് മനുഷ്യരോടല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം. അതൊന്ന് വായിക്കാമോ? 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം.
അവന് മറഞ്ഞിരിക്കുന്നതായ ഒരു സൃഷ്ടിയുമില്ല. സകലതും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പം ദൈവത്തിൻ്റെ മുമ്പാകെ സകല കാര്യങ്ങളും നഗ്നമായിട്ട് മലർന്നതായിട്ട് കിടക്കുകയാണ്. ദൈവത്തിന് എല്ലാ കാര്യവും അറിയാം. സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് അവനുമായിട്ടാണ് കാര്യമുള്ളത്. ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില പൈശാചിക പോരാട്ടങ്ങൾ നമ്മളോട് വരുമ്പോൾ നമ്മൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഇന്നലെ വൈകിട്ട് എടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സെക്ഷൻ പോലെ തോന്നിയില്ലയോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ പിശാചിൻ്റെ കാര്യം പറയുമ്പോൾ പിശാചിന് ഇഷ്ടപ്പെടത്തില്ല. ഞാനിന്ന് രാവിലെ പിശാചിൻ്റെ കാര്യം പറയാനല്ല നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സ്വല്പം നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ നമുക്കും കുഴപ്പമുണ്ടാകും. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് സ്റ്റക്കായിരിക്കുന്ന പോലെ തോന്നും. അതിനകത്തു നിന്നെല്ലാം പുറത്തു വരാൻ സർവശക്തനായ ദൈവം നമ്മുടെ മേൽ കൃപയാക്കട്ടെ. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയാണ്. സ്തോത്രം. നമ്മുടെ ശരീരങ്ങളെ മനസ്സിനെ എല്ലാം കർത്താവിനായിട്ട് ശരിക്കും വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ വലിയ നീതി നമ്മുടെ മേൽ വെളിപ്പെടാൻ കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കണം. ഒന്ന് കരങ്ങളെ ഉയർത്തി ശക്തിയായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ചില ആളുകളുടെ ഇരിപ്പുണ്ട് ഗൗരവത്തോരായിരിക്കുന്നത്. പാസ് പറഞ്ഞിട്ട് പോക്കോ, ഇങ്ങനെ നല്ല ഗൗരവമാണ്. പ്രൈസ് ദി ലോർഡ്. മന്ദതയോടെയാണ് ചില ആളുകൾ ഇരിക്കുന്നത്. സദനം വേറെ ഏതൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ഗൗരവം വേണ്ട. കർത്താവ് എല്ലാം തന്ന് സമൃദ്ധിയായ സാധ്യത തന്നെ തന്നായിരിക്കും. ഈ അവിയലെന്ന് പറയുന്ന ഒരു കൂട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എല്ലാം പെടും. നമ്മൾ ചിലപ്പോൾ അവിയലാന്ന് പറയാം. വേറൊരു സ്ഥലത്തൊരു അവിയലുണ്ട്. അവിയൽ പോലെ കുഴഞ്ഞു പോരെന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിലും ഈ അവിയലിനകത്ത് സകല പച്ചക്കറികളൊക്കെ കയറി വന്ന് അതൊരു പ്രത്യേക അനുഭവമാണ്. അതുകൊണ്ട് ഈ വചനം വരുമ്പോൾ എല്ലാ മേഖലകളും ടച്ച് ചെയ്യും. അതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എല്ലാ മേഖലകളും ടച്ച് ചെയ്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിന് മഹത്വമാക്കി എടുക്കാൻ സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്യും. ഈ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും അത് പ്രയോജനമായിട്ട് വരികയാണ്. സ്തോത്രം. ഈ വചനം ഇരുവായത്തിലുള്ള വാളാണ്. ഏത് വാളിനേക്കാളും മൂർച്ച ഏറിയ വാളാണ്. സ്തോത്രം. അതുകൊണ്ട് ഇത് വരുമ്പോൾ സ്തോത്രം സ്വല്പം മുറിക്കുമെങ്കിലും ഭേദപ്പെട്ട് അത് ആമേ സ്തോത്രം പുറത്ത് ആ പൊറ്റ വന്ന് അത് വിട്ടുപോകും. ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ സൗഖ്യപ്പെടാൻ കാരണമാകുന്നു. സ്തോത്രം. സൗഖ്യപ്പെടാൻ കാരണമാകുന്നു. സൗഖ്യം തന്ന് ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ പകരുകയാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ വന്നാലും കർത്താവിങ്കിലേക്ക് നോക്കണം. കർത്താവിനെല്ലാം എളുപ്പത്തിൽ സാധ്യമാക്കി തരാൻ കഴിയും. അമ്മേ കൊലോസ്യർ 2:6-7 പറയുമ്പോൾ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അമ്മേ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു പ്രാവശ്യം കൈക്കൊണ്ടെന്ന ആൾ ഓർമ്മയുണ്ടല്ലോ. കൈക്കൊണ്ടു. സ്തോത്രം. കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവോട് ചേർന്ന് നടക്കണം. സ്തോത്രം. മനുഷ്യൻ പറയുന്നത് കേട്ട് നടക്കരുത്. പിശാച് പറയുന്നത് കേട്ട് നടക്കരുത്. പിശാച് കള്ളമൊക്കെ പറയും, നേരും പറയും, പിശാച് കള്ളവും പറയും. സ്തോത്രം. ഇത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് അടിസ്ഥാനം. സ്തോത്രം. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും അവൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും എപ്പോഴും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ എന്നാണ് പറയുന്നത്. സ്തോത്രം. അമ്മേ നന്മ വന്നാലും സ്തോത്രം ചെയ്യണം, തിന്മ വന്നാലും സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. തിന്മ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നന്മയ്ക്കായിട്ട് മാറ്റും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില കഷ്ടങ്ങളോ തിന്മകളോ ഒക്കെ സ്വല്പ നേരത്തേക്കേ ഉള്ളൂ. അത് ക്ഷേണ നേരത്തേക്കേ ഉള്ളൂ. സ്തോത്രം. അത് നമ്മെ ഒരുക്കിയെടുക്കി നല്ലൊരു അനുഗ്രഹത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ തക്കവണ്ണമാണ് ആ പ്രയാസങ്ങളുടെ ഒരുപക്ഷെ പോകേണ്ടതായിട്ട് വരുന്നത്. അതിനകത്ത് നമ്മളെ ഒതുക്കിക്കളയാനല്ല കർത്താവ് ആഗ്രഹിക്കുന്ന. സ്തോത്രം. അതിൽ നിറഞ്ഞ് കവിഞ്ഞ് വരാൻ കർത്താവ് നമ്മുടെ മേൽക്കൃപ നൽകുകയാണ്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള ആളുകൾ ജ്ഞാനത്താൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ചിലത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചത് നമ്മൾ അനുഭവിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരുമല്ല ഈ സെൽഫോൺ കണ്ടുപിടിച്ചത്. അതാരാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ.
സ്തോത്രം. ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം ആരാണ് അത് കണ്ടുപിടിച്ചത്. നമ്മളാരും കണ്ടുപിടിച്ചതല്ല, പക്ഷേ നമ്മൾ അനുഭവിക്കുകയാണ്. ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്തോത്രം, അത് ശ്രേഷ്ഠകരമാണ്. യാക്കോബ് 3-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യം വായിക്കുമ്പോൾ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, അത് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് ലഭിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഉയരത്തിലുള്ള ജ്ഞാനമോ അത് നിർമ്മലമായിരിക്കും. സ്തോത്രം. ഉയരത്തിലുള്ള ജ്ഞാനമോ അത് സമാധാനമായിരിക്കും. ഉയരത്തിലുള്ള ജ്ഞാനമോ അത് ശാന്തതയായിരിക്കും. ഉയരത്തിലുള്ള ജ്ഞാനമോ അത് അനുസരണമായിരിക്കും. ഉയരത്തിലുള്ള ജ്ഞാനമോ അത് കരുണയുള്ളതായിരിക്കും. ഉയരത്തിലെ ജ്ഞാനമോ അത് സൽഫലം നിറഞ്ഞതാണ്. ഉയരത്തിലെ ജ്ഞാനമോ അത് പക്ഷപാതമില്ലാത്തതാണ്. ഉയരത്തിലെ ജ്ഞാനമോ അത് കപടമില്ലാത്തതാണ്. അമ്മേ, കപടഭക്തിയല്ല, സ്തോത്രം, അഭിനയങ്ങളല്ല, യാഥാർത്ഥ്യമാണ്. കർത്താവിന് മഹത്വം കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലൊരു യാഥാർത്ഥ്യം കർത്താവ് തന്നിട്ടുണ്ട്. കർത്താവ് സത്യവാനാണ്. സ്തോത്രം. അവനാണ് യഥാർത്ഥം സത്യവാൻ. അവനെ കൂടാതെ വേറെ ആരും സത്യവാനില്ല. അവനെ കൂടാതെ വേറെ ഒരു ദൈവമില്ല. ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളും പൂർണ്ണമാക്കി തന്ന് ജയത്തോടെ നടത്താൻ തക്കവണ്ണം കഴിയുമെന്ന് ഇന്ന് ഞാൻ ശക്തമായിട്ട് പറയുകയാണ്. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു? ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ തികഞ്ഞ് വരാനിടയായിത്തീരണം. സ്തോത്രം. സമാധാനം നമ്മൾ ഉണ്ടാക്കണം. ശാന്തത നമ്മുടെ ഭവനങ്ങളിൽ വരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ അങ്ങ് അന്താളിച്ച് കണ്ണെല്ലാം തള്ളിപ്പിടിച്ച് ഉരുണ്ട് അസ്വസ്ഥപ്പെട്ട് കളയും. ഡോണ്ട് ഡു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് ഒരു വഴിക്ക് നിൽക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. അവൻ നമ്മെ സഹായിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന്മേൽ കൃപ നൽകുകയാണ്. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 9, 10, 11 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് രത്നച്ചുരുക്കമായി പറയുന്നത്, ദൈവമക്കളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ച് വന്നിട്ട് സകല സ്നേഹം പരിജ്ഞാനത്തിലും വിവേകത്തിലും മേൽക്കുമേൽ വർദ്ധിക്കണം. വന്നിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരേണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹം പരിജ്ഞാനത്തിലും വിവേകത്തിലും വേണമെന്നാണ് പറയുന്നത്. അത് മേൽക്കുമേൽ വർദ്ധിച്ച് വരണം. ആമേൻ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരേണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് വർദ്ധിച്ച് വരണം. സാധാരണ പറയാറുണ്ട്, ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണം. സ്തോത്രം. ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന ആരംഭമൊക്കെ നല്ലതാണ്, പിന്നെ അവസാനം നല്ലതല്ല വരരുത്. പ്രൈസ് ദി ലോർഡ്. നല്ലതായിരിക്കണം. ഈ ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് പാടുന്ന ഞാൻ ഇങ്ങനെ കേട്ടു. ആമേ. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. എന്താ പവറായിട്ടാണ് പാടി. ഒരു 5-6 ആരാധനയെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോക. ഇച്ചിരി ഡൗൺ ആകാൻ നമ്മെ വിളിച്ചിട്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ക്രിസ്തുവിൻ എന്നാടിസ്ഥാനം. CSI പള്ളിയിൽ ഇങ്ങനെ പാടിയിട്ടുണ്ട് കേട്ടോ. എന്നാടിസ്ഥാനം ആശയാവനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എന്നാ സ്ഥാനം? ക്രിസ്തു വെളിയിലായോ? ആരെങ്കിലും താങ്ങിയില്ലെങ്കിൽ ഇപ്പം നിൽക്കത്തില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, വല്ലവരും താങ്ങേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരും താങ്ങേണ്ട കാര്യമില്ല. കർത്താവ് കൈ പിടിച്ചിട്ട് ആരാ താങ്ങേണ്ടത്? പെട്ടകത്തിൽ കൈ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. പെട്ടകം യഹോവയുടെ പെട്ടകമാണ്. സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. അതിൽ ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വേറെ ആരുടെയും സഹായത്തിൻ്റെ കാര്യമില്ല. ദൈവം തന്നെ നമ്മെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ധൈര്യമായി പോകാൻ കർത്താവ് വാക്ക് തന്നിരിക്കുകയാണ്. ആ വാക്ക് വളരെ ഉറച്ചതായ വാക്കാണ്. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അത് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ വാക്കാണ്. പിന്നെ നീ എന്തിന് ഭയപ്പെടണം? നിന്നെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കാൻ തന്നെയാണ്. നിന്റെ വിഷമത്തെ ഞാൻ എടുത്തു മാറ്റാമെന്ന് പറഞ്ഞാൽ മാറ്റാമെന്ന് തന്നെയാണ്.
അല്ലാതെ മാറ്റുമായിരിക്കുമെന്നുള്ളൊരു കാര്യമില്ല. ആമേൻ. ചിലപ്പോഴെന്നുള്ള കാര്യമില്ല. കർത്താവ് നമ്മുടെ ഇത് ചെയ്യുന്ന കാര്യമെല്ലാം പൂർണ്ണമായി ചെയ്തെന്ന് ജയത്തോടെ നടത്താൻ അവരുടെ കാര്യം ശക്തമെന്ന് ഇന്ന് പറയട്ടെ. നീ പരിസരങ്ങളെ നോക്കണ്ട, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി സ്തോത്രം ചെയ്താൽ മതി. നിന്റെ കാര്യങ്ങൾ കർത്താവ് നടത്തി തരും. ഓ ഹല്ലേലൂയ. നിന്റെ ആത്മീയ വിഷയമാകട്ടെ, ഭൗതിക വിഷയമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, സകലവും നടത്തി തരാൻ നമ്മുടെ ദൈവമായ കർത്താവ് ശക്തൻ. സ്തോത്രം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഉണർവോടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിന്മേൽ കർത്താവ് കൃപ നൽകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാ പറയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2 തെസ്സലോനിക്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 5-ാം വാക്യം പറയുന്നത്, കർത്താവ് താൻ നിങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ആമേൻ. ആരുടെ സ്നേഹത്തിലേക്കാണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും. ഈ ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. അതിൻ്റെ ആഴം ഗ്രഹിക്കാൻ ഒറ്റ മനുഷ്യർ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തലമുറ പോയാലും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. കർത്താവ് പറയാം, ഞാൻ 1000 തലമുറയുടെ കരുണ കാണിക്കുന്നു. ഇവിടെ ഒരു തലമുറയിൽ ഒരു വർഷത്തിനിടയിൽ കിടന്ന് ഈ വെള്ളം ഉണ്ടാക്കുകയാണ്. സ്തോത്രം. കർത്താവ് പറയുകയാണ്, ഞാൻ 1000 തലമുറയോട് കരുണ കാണിക്കും. എന്തായാലും കർത്താവിൻ്റെ വരവിന് മുമ്പ് 1000 തലമുറ ഭൂമിയിൽ വരില്ല. ഇന്ന് ആദാം മുതൽ 1000 തലമുറ ഉണ്ടോ ഇവിടെ? ഇല്ല. 200-ലും താഴെയല്ലേ ഉള്ളൂ. സ്തോത്രം. ഇനിയും കിടക്കാം 800. സ്തോത്രം ചെയ്താട്ടെ. അതിനു മുമ്പ് കർത്താവ് വരും. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം അനന്തമാണ്. അവനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ സഹിഷ്ണുതയിലേക്ക് തിരിക്കുമാറട്ടെ. യോബിൻ്റെ സഹിഷ്ണുത പഠിക്കുക എന്ന് പറയുകയാണ്. സ്തോത്രം. സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്നാണ്. സ്തോത്രം. സഹിഷ്ണുതയിലേക്കും തിരിക്കണം. സ്തോത്രം. ആമേ. ഒരാളിന് ഞാൻ സ്വല്പം പൈസ ബാധ്യതപ്പെട്ടിരുന്നു. അതെന്ന് പറയുന്നത് ഈ പള്ളി പണിത് കഴിഞ്ഞപ്പോൾ ബാധ്യതപ്പെട്ടിരുന്നതാണ്. എനിക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാതെ വന്നു. അദ്ദേഹം വന്ന് ഇങ്ങനെ ചൂടായി, ഹോളിൻ്റെ വാതിൽക്ക് വന്ന് ചൂടായി, പാസ്റ്ററുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ പുള്ളി എൻ്റെ മുഖത്തോട്ടൊരു നോട്ടം. സ്തോത്രം. പതുക്കെ പുറകോട്ടുമാക്കി, എന്നാൽ പിന്നെ കാണാമെന്ന് അങ്ങ് പോയി. പുള്ളി വിചാരിച്ചു തിരിച്ച് അതുപോലെ ദേഷ്യപ്പെടുമെന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു. പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. സ്തോത്രം. ഒരല്പ കാല് സ്വാധീനക്കുറവുള്ള ആളാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അത് കൊടുത്തു തീർക്കാനുള്ള വഴി ദൈവം തുറന്നു തന്നു. കർത്താവ് അനുഭവത്തും കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആ സ്നേഹത്തിലേക്കും സഹിഷ്ണുതയിലേക്കും വന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളുണ്ടാക്കി തീരും. കർത്താവ് അനുഭവത്തും കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒരു ഡിസ്പ്യൂട്ടെല്ലാം ഒഴിവാക്കി വിട്ട് സ്നേഹത്തിലേക്ക് സ്തോത്രം ഇഴുകിച്ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം സർവശക്തൻ നമ്മുടെ മേൽ കൃപയാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന്, ഞാൻ പോകുന്ന സഭ അനുഗ്രഹിക്കപ്പെടണമെന്ന്. ആരും പറയാറില്ല ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ട എന്നും സഭ അനുഗ്രഹിക്കപ്പെടേണ്ട എന്ന് ആരും പറയത്തില്ല. പറയൂ? ആരും പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെടണം എന്നാണ് പറയുന്നത്. സ്തോത്രം. എങ്കിലും പിശാചിന് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ആധാരമാണ്. അത് വേദപുസ്തകത്തിനകത്ത് എല്ലാ ദൈവമക്കളും അണ്ടർലൈൻ ചെയ്ത് അതെപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. എഫേസ്യ ലേഖനം 2:19. നിങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും. ക്രിസ്തു തന്നെ മൂലക്കല്ലായി നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ അവനിൽ കെട്ടിടം മുഴുവനെ യുക്തമായി ചേർന്ന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ഒന്നിച്ച് പണിത് വരുന്നു. എല്ലാം ഓർഡറാണ്. ഈ സഭയിൽ ആരും വേസ്റ്റല്ല. നമ്മളെല്ലാവരും പ്രയോജനമുള്ള കല്ലുകളാണ്. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മൂലക്കല്ലാണെങ്കിൽ അത് പ്രവാചകന്മാർ എന്നും അപ്പോസ്തലന്മാരെന്നും, ദൈവത്തിൻ്റെ ദാസന്മാർ, ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ചിലപ്പോൾ അയക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ. അയക്കപ്പെടുന്ന ദൈവദാസന്മാരിൽ കൂടെ കുറേ കാര്യങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനമായിട്ടും
ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനിൽ കൂടെയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. ഞാൻ വന്ന് നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ചെറിയ ദോഷം പോലും ഞാൻ ചെയ്യാൻ പാടില്ല. സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പ് അത് കണക്ക് കൊടുക്കണം. അങ്ങനെ എൻ്റെ ബുദ്ധി മണ്ഡലം വർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കുക അത്രേ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന. സ്തോത്രം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്നു. ഈ കെട്ടിടം മുഴുവൻ യുക്തമായി ചേരുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പക്ഷേ ഐക്യതയില്ലെന്ന് ചുമ്മാ ഒന്ന് സങ്കല്പിക്കുക. ഈ ഭിത്തിക്ക് ഐക്യത ഉണ്ടല്ലോ. അങ്ങോട്ട് നോക്കി, ഓരോ കല്ല് എങ്ങനെ, ഈ കല്ലുകൾ എങ്ങനെ തെറിച്ച് മഴിച്ച് നിൽക്കുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. സ്തോത്രം ചെയ്യുക. ഈ 4 ഭിത്തിയെ നോക്കിയാൽ മതി നമ്മളങ്ങനെ പഠിക്കാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഈ ഭിത്തിയെ നോക്കിയാൽ മതി നമ്മൾ പഠിക്കാൻ. സ്തോത്രം. ആമേൻ. നമ്മൾ ഓരോരുത്തരും വർത്തായ കല്ലുകളെന്ന് ആമേൻ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ പറയട്ടെ, ഇതൊരു വലിയ ഉണർവിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെയും അടയാളമായിട്ടാണ് ഇന്ന് പകൽക്കാലം ഈ പ്രസംഗം വരുന്നത്. ജൂഡാനാബ ശബ്തുനാരകന വൈഡൽ ഘടക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരാൾ കസേര എടുക്കുകയാണെങ്കിൽ ഒരാൾ പായ എടുക്കുന്നു, ഒരാൾ മൈക്കേ കയറി പിടിക്കുകയാണെങ്കിൽ ഒരാൾ കമ്പ്യൂട്ടറെ കയറി പിടിക്കുന്നു, വേറൊരാൾ പിയാനോയെ കയറി പിടിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലർ പാടാൻ മൈക്ക് കയ്യിലെടുക്കുന്നു, ചിലർ വചനം പറയാൻ കയ്യിലെടുക്കുന്നു. സ്തോത്രം. സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിക്കാൻ കരങ്ങളെടുക്കുന്നു. സ്തോത്രം. എല്ലാവരും ഷടിപിടിയോടുകൂടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ നാമം അധികമായി മഹത്വപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കുറഞ്ഞു പോയി, വേറെ കൂടിപ്പോയി എന്നുള്ള ഒരു കാര്യങ്ങൾ അവിടെ വരുന്നില്ല. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എല്ലാറ്റിൻ്റെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നമ്മെ വിടുവിച്ച് സഹായിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത പ്രവൃത്തി ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മേൽ അയക്കിയാൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. സഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം എന്താണ് നമ്മോട് പറയുന്നത് നോക്കാമോ? സഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വേദം വായിക്കാമോ? നീ എൻ്റെ വഴികൾ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ ഈ നിൽക്കുന്നതിനിടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ കാര്യം നോക്കുകയും എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരത്തെ സൂക്ഷിക്കുകയും ചെയ്യും എങ്കിൽ ഇഫ് എന്നൊരു പദം പറയാം. എങ്കിൽ ഈ നിൽക്കുന്നവരുടെ നടുവിൽ ഞാൻ നിനക്ക് ആഗമനം അനുവദിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാം, വരവുണ്ടാവുമെന്ന്. ചെലവല്ല, ഒന്ന് ഉറക്കെ പറഞ്ഞേ. വരവുണ്ടാകും. വരവുണ്ടാകും. ഹല്ലേലൂയ. നീ ഒരാത്മാവിനെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിനക്ക് വരവുണ്ടാകും. നീ വിശുദ്ധിയോടെ ആലയത്തിലേക്ക് വന്ന് ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് വരവുണ്ടാകുമെന്ന്. നീ ആലയത്തെ പരിപാലിച്ചാൽ എന്തുണ്ടാവും? ഈ ആലയത്തെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? ആർക്കും പിടിയിട്ടില്ല എന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആലയത്തെ പരിപാലിക്കണം. ആലയത്തെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ കസേര ഇടുക, ഈ പാട്ട് പാടുക എന്നുള്ള കാര്യം മാത്രമല്ല, ഈ ആലയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും മീറ്റ് ചെയ്യപ്പെടണം. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ അനവധിയായി വർദ്ധിപ്പിച്ചു തരാൻ തക്കണം സ്വർഗത്തിൽ ദൈവം കാരണമാക്കും. മത്തായി സുവിശേഷം 23:23, ലൂക്കോസ് 11:42. ഒന്ന് വായിക്കാമോ? 23:23. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം. അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ന്യായം കരുണയും ദൈവമൊക്കെ മറിച്ച് കളയുകയും ചെയ്യരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അത് ത്യജിക്കാതിരിക്കുകയും വേണം, ഇത് ചെയ്യുകയും വേണം.
ത്യജിക്കാതിരിക്കുക, കരുണ, ഇതെല്ലാം ത്യജിക്കാതിരിക്കണം. ചെയ്യാനുള്ള കാര്യങ്ങൾ പതാരം കൊടുക്കുകയും വേണം. അപ്പം ന്യായശാസ്ത്രിമാരത് ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ നീതി ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയിൽ കവിയുന്നില്ലെങ്കിൽ എങ്ങനെ ദൈവരാജ്യം കാണാൻ കഴിയും? സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ദൈവവചനത്തിൽ ഒരു വചനത്തിന് പിന്നെ ഒരു ഇണ ഉണ്ടായിരിക്കുമല്ലോ. ഇതേ വചനം തന്നെ 11:42 എഴുതിയിട്ടുണ്ട്. 11:42 ലൂക്കോസ്. അതും കൂടെ ഒന്ന് വായിക്കണം. ഒരാൾ വായിച്ചാട്ടെ. ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം. എത്ര കൃത്യമായിട്ട് പറയുന്നു സഹോദരൻ. മലാഖി 3:10 പറയാണ്, ദശാംശം മുഴുവനും ഭണ്ഡാരത്തിൽ കൊണ്ടുവരട്ടെ. ദൈവനാമത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സഭ വളരുന്നതിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാനമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അത് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ മേൽ അത്ഭുതങ്ങളെ ചെയ്ത് നടത്തുന്നവനായ കർത്താവാണ്. സ്തോത്രം. ഒരു സഹോദരൻ ഞങ്ങളുടെ സഭയിലുണ്ട്. അദ്ദേഹത്തിന് 3 പിള്ളേർ, ഭാര്യ, 3000 രൂപയാണ് ശമ്പളം. അതിൻ്റെ കൃത്യം 300 രൂപ കൊണ്ടുവന്നൊരു കവറിനകത്ത് അവിടെ വെക്കും. ചെറിയൊരു ജോലി, ഒരു തുണിക്കടയിൽ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പുള്ളിക്കാരന് 60,000 രൂപ ശമ്പളമുള്ള ജോലി ഗൾഫിൽ കിട്ടി. ഗൾഫിൽ പോകാൻ ഒരു സാധ്യതയില്ലാതെ കിടന്നതാ. സ്തോത്രം. പക്ഷേ ദൈവം അവനെ മാനിച്ച് അനുഗ്രഹിക്കാൻ കാരണമായി തന്നു. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതായ ഒരു അനുഭവമാണ്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം സകലവും തന്ന് സഹായിക്കാൻ തക്കണം. ദൈവത്തിൻ്റെ കരം ശക്തമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കരങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി നിങ്ങളെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന് അത് നൽകുമ്പോൾ, പൂർണ്ണമായി നൽകുമ്പോൾ, അതിൽ നിന്ന് എടുത്തു വെച്ചാലുണ്ടല്ലോ, പിന്നെ എന്തോ കൊടുക്കണം? അതിൻ്റെ പെനാൽറ്റിയും കൂടെ കൊടുക്കണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഫൈനും കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് പറയുന്നത് നല്ല മനസ്സോടെ ചെയ്യണമെന്നാണ്. നിർബന്ധത്താലരുത്, സങ്കടത്തോടെ അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവന് അനുഗ്രഹിക്കും. നിർബന്ധത്താലരുത്, സങ്കടത്തോടെ അരുത്. നിർബന്ധത്താലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയോ? അപ്പോൾ ഭാര്യ പറയുകയാണ് നമുക്ക് ഇത്രയും ടൈത്ത് കൊടുക്കാം. അപ്പോൾ ഹസ്ബൻഡ് പറയണം അത്രയും കൊടുക്കണ്ട, അതിൽ ഇച്ചിരി അങ്ങോട്ടും മാറ്റാം, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞ് മാറ്റിയാൽ അതൊരു നിർബന്ധം പറയുന്ന പോലെ ഇരിക്കും. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിർബന്ധം പറയുന്നത് പോലെ ഇരിക്കും. സങ്കടത്തോടുകൂടി എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പറയാണ്, ഓ എന്നാലും അത്രയും കൊടുക്കേണ്ടിയില്ലായിരുന്നു, കുറച്ച് മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ആ കോസ്കോയിൽ ചെന്നെന്തെങ്കിലുമൊക്കെ മേടിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. സോദരൻ, ഡോണ്ട് തിങ്ക് ദാറ്റ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ദൈവം അനുഗ്രഹിക്കും. ആമേൻ. പ്രസംഗിക്കുന്ന എനിക്കല്ല ദശാംശം തരേണ്ടത്, ഇവിടുത്തെ പാസ്റ്റർക്കാണ് കൊടുക്കേണ്ടത്. ഒന്ന് സ്വതന്ത്രം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ ദാസനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് അനുഗ്രഹം അങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് അനുഗ്രഹം ഇങ്ങോട്ടും വരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ പള്ളിയിൽ നിന്ന് ചില പുരോഹിതന്മാർ ആമേൻ ഈ ആത്മാക്കളിങ്ങനെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹം നിങ്ങൾ അനുഭവിച്ചാട്ടെ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാം, അങ്ങും അനുഗ്രഹം അനുഭവിച്ചാട്ടെ എന്ന്. സഹോദരൻ, രണ്ടുപേരും വചനം അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹം നടുക്ക് നിൽക്കുകയാണ്. അനുഗ്രഹം തന്നെ ഒരു പ്രതിസന്ധിയാണ്. സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം ഒരു പ്രതിസന്ധിയാണ്. ചില സമയങ്ങളിൽ പലതും സ്റ്റക്കായി പോകുന്നതിൻ്റെ കാരണം ഇത് നമ്മൾ പാലിക്കാത്തതാണ്. ഇത് ഒരു വചനത്തിൻ്റെ നിവൃത്തിയാണ്. ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് എന്നോട് പിണക്കമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. ചെയ്തേ പറ്റുള്ളൂ സഹോദരൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമായേ പറ്റുള്ളൂ സഹോദരൻ. ചിലരിങ്ങനെ നോക്കുകയാണ്, ഇത് ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ. ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല. ഈ വചനം ഇവിടെ പറയാനായിട്ട് കർത്താവ് പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ ഈ കണ്ണടച്ച് കളഞ്ഞാൽ അമ്മേ സഹോദരൻ ദുഃഖം വരുത്തുന്നു. ഹല്ലേലൂയ. അത് തുറന്ന് ശാസിച്ചാൽ സന്തോഷം വരുത്തുന്നു. അയ്യോ, ആർക്കും ദുഃഖം ഉണ്ടാകരുത്, ഭയങ്കര സന്തോഷം ഉണ്ടാകണം. ഭയങ്കര സന്തോഷമുള്ള ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ചിലരുടെ കൈയൊന്നും ഉയർന്നില്ലെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ മൈ ഗാഡ്. സ്തോത്രം. ഹല്ലേലൂയ.
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരൻ. ചില ആളുകൾ അതൊന്നും പറയുന്നില്ല എങ്കിലും അത് നിർബന്ധമാണ്. എൻ്റെ ചർച്ചിൽ ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് കൂടെ കർത്താവ് തന്നുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആളുകളെ കർത്താവ് കാണിച്ചു തരും സഹോദരൻ. ഹല്ലേലൂയ. അപ്പോൾ അതറിയാമോ, അവർ കൊടുക്കുമ്പോൾ അവർ ജോലി കിട്ടുന്നു, അവരുടെ കാര്യങ്ങൾ നടക്കുന്നു, എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു. സ്തോത്രം. വലിയ നിറവിലേക്ക് വരുന്നു, വലിയ വിടുതലിലേക്ക് വരാൻ സർവശക്തനായ ദൈവം കാരണമാക്കുന്നു. സ്തോത്രം. നിങ്ങളിൽ ഭൂമിയിൽ വെച്ച് രണ്ടുപേർ യാചിക്കുന്ന ഏത് വിഷയത്തിൽ ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവെങ്കിൽ നമുക്ക് ലഭിക്കുവാനായി തന്നെ. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം പറയാണ്, നിങ്ങളിൽ ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് വിഷയത്തിലും ഐക്യമത്യപ്പെടുക. അമ്മേ, എല്ലാ ഹൃദയങ്ങളും ഒന്നായിത്തീരുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അമ്മേ, 1 കൊരിന്ത്യർ ലേഖനം 1:10 പറയുന്നത് ഒന്നു തന്നെ സംസാരിക്കുകയും. സ്തോത്രം. അതൊന്ന് വായിക്കണം കേട്ടോ. ഒന്ന് തന്നെ സംസാരിക്കുകയും. ആമേ, 1 കൊരിന്ത്യർ ലേഖനം 1:10 വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ആരാധനയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ നല്ല തയ്യാറെടുപ്പോടും നല്ല മനസ്സോടും കൂടെ ആരാധനാലയത്തിലോട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. ആരാധന ആലയത്തിനകത്ത് വന്നിട്ട് നല്ല മനസ്സോടെ ദൈവത്തെ അങ്ങ് ആരാധിക്കണം. ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോയാലും നല്ല മനസ്സോടെ പോകണം. ചില ആളുകൾ അനുഗ്രഹം എല്ലാം ഇവിടെ ഇട്ടിട്ട് പൊക്കളയും. അതിനാന്നറിയാമോ, പുറത്ത് നിന്നിട്ടുണ്ട് ഒരു കുശു മെസ്സേജ് എങ്ങനെയുണ്ട്, ആമേൻ, പ്രൈസ് ദി ലോർഡ് എന്നൊന്നും ചിന്തിക്കരുത്, ഒന്നും തോന്നരുത്. കർത്താവിന് ഭാഗത്തും കൊടുത്താണ്ട് ഹല്ലേലൂയ. ഒന്നും തോന്നാൻ പാടില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ ശാന്തമായി പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും എവിടെയെങ്കിലും ഒരു ചെറിയ പോയിന്റെങ്കിലും കാണും, എവിടെയെങ്കിലും ഒരു സൂചിയുടെ ദൂരമെങ്കിലും കാണും. അതും കൂടെ അടയാൻ വേണ്ടിയിട്ടാണ് ഈ വചനം പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്നും വരാൻ പാടില്ല. സ്തോത്രമല്ലാതെ വേറൊന്നും വരരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രമല്ലാതെ വേറൊന്നും വരരുത്. തമിഴ്ക്കാർ സ്വോത്രിക്കരേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ അനുഗ്രഹം അവർക്ക് വരുന്നറിയാമോ? സ്വോത്രിക്കരേ. അവ എന്ത് പറഞ്ഞാലും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്മ വന്നാലും സ്തോത്രം, എന്ത് പ്രതികൂലങ്ങൾ വന്നാലും സ്തോത്രം. ആമേ, സ്തോത്രം പറയുന്നതിനകത്ത് ഒരു ശക്തിയുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി നമ്മെ പല അസാധ്യ കാര്യങ്ങളും സാധ്യമാക്കി തരാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ മേൽ കൃപ ചെയ്യാൻ കാരണമായി തീരും. സ്തോത്രം. പിന്നെ ഒരു കാര്യത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവനാമത്തിന് വേണ്ടി ദൈവസഭ വളരുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മിലൂടെ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായോ അത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കാതെ വിടുകയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. സ്തോത്രം. ആമേ, 1 പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരും ആയിരിപ്പീൻ. സ്തോത്രം. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നങ്ങ് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. വീട്ടിൽ ഭാര്യയോടും മക്കളോടും പറയണം. സഭയിൽ വന്നാൽ മാത്രം പറയരുത്. നിന്നെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയണം. സ്വതം ഭാര്യയോട് പറയണം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിള്ളേരോട് തിരിച്ച് പറയണം അനുഗ്രഹിക്കുമാർ. അടുത്തിരിക്കുന്നവർക്കൊന്ന് പറയാമോ? അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി കേട്ടോ. അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ, വീട്ടിൽ ചെന്നിട്ടും മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും കൈകൊടുത്ത് അങ്ങനെ പറയാൻ കേട്ടോ, അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അതിനകത്ത് ഒരു പോരാട്ടങ്ങളും ഇല്ല, ഒരു പിശാചും ഇല്ല, ഒരു പ്രേതവും ഇല്ല, ഒരു ഭൂതവും ഇല്ല, ഒന്നുമില്ല. സ്തോത്രം. അതങ്ങ് സഞ്ചരിക്കുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകൾക്ക് ഭയങ്കരമായ ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്, അടുത്ത ദിവസം നമ്മുടെ ഇവിടെയുള്ള ലഗോഡിയ എയർപോർട്ട് അത്ര മോശമാണ്, നമുക്ക് നല്ല എയർപോർട്ടാക്കി മാറ്റണമെന്നൊരു ആജ്ഞ പുറപ്പെടുപ്പിച്ചു കഴിഞ്ഞാൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ലഗോഡിയ എയർപോർട്ട് ചെല്ലുമ്പോൾ അത് പുതിയ എയർപോർട്ടായിട്ട് കണ്ടല്ലോ എന്ന് പറയും. ആ വാക്കിന് ശക്തിയുണ്ട്. സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ ഈ മുഴു ലോകത്തെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് എത്ര ശക്തിയുണ്ട്. അവൻ ഒന്ന് കൽപ്പിച്ചപ്പോൾ ആകാശവും ഭൂമിയും ഉണ്ടായി വന്നു, അതിലുള്ള സകല ചരാചരങ്ങൾ ഉണ്ടായി വന്നു. സ്വതന്ത്രം. ദൈവത്തെ ബഹുമാനിക്കുന്ന ആ മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്നുണ്ടാക്കി.
സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. അവനെ മാത്രം കർത്താവിൻ്റെ കയ്യിൽ നിന്നുണ്ടാക്കി. അതുകൊണ്ട് ദൈവത്തിന് അതിന് മാത്രം ബഹുമാനം കൊടുക്കണ്ടേ? നമ്മുടെ അപ്പനല്ലേ നമ്മുടെ കർത്താവ്, അവൻ നമ്മുടെ രാജാവല്ലേ. രാജാവിനുള്ള ബഹുമാനം അതിൻ്റെ ശരി ബഹുമാനത്തോടെ കൊടുക്കണം. താങ്ങിയും തൂങ്ങിയല്ല കർത്താവിന് ബഹുമാനം കൊടുക്കാൻ, നല്ല തന്നോടെ നട്ടല്ലോടെ അവന് ബഹുമാനം കൊടുക്കണം. എന്നാൽ നിന്നെയും ദൈവം നട്ടല്ലോടെ നടത്തും. നീ അവന്റെ ആലയത്തെ പരിപാലിച്ചാൽ, നീ അവന്റെ പ്രാകാരത്തെ സൂക്ഷിച്ചാൽ, ഈ സഭ വളരും, ആത്മാക്കളെ കൊണ്ട് നിറയും. നിന്റെ സ്നേഹം അവൻ തികഞ്ഞു വന്നാൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഒന്നും സ്റ്റക്കാകാൻ അവൻ അനുവദിക്കത്തില്ല. അനർഘളം നിനക്ക് തന്നുകൊണ്ടിരിക്കും. ഓ, വിടുതലുകൾ നിനക്ക് തന്നുകൊണ്ടിരിക്കും, അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കും. നിന്നെ തകർക്കാൻ ദുഷ്ടനെ അനുവദിക്കയില്ല. ഓ റിഖമനവര ജഗൽഖാനകരഘടക. സ്തോത്രം. ദൈവം പറയാണ് നീ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. സ്തോത്രം. നിങ്ങൾ സദൃശ്യവാക്യം 11:26 10:6 ഒന്ന് വായിക്കണം. അവിടെ അനുഗ്രഹം എവിടെ ഇടുന്നെന്ന് നോക്കി. ആമേൻ. സദൃശ്യവാക്യം 11:26 10:6 വേഗത്തിൽ ഒന്ന് വായിക്കാം. 10:26 10:6 ഞാൻ പറയുന്നത്. 11:26 നീതിമാന്റെ തലയുടെ മേൽ അനുഗ്രഹം വരുമെന്ന്. ഓ, അതല്ലേ തലയൊക്കെ വെച്ച് അനുഗ്രഹിക്കുന്നത്, വെറുതെ ഒന്നുമല്ല. ചിലർ പറയാണ് തലയിലും തുടരുന്ന പറയുന്നത്. പ്രീസലോ, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതിന് കാരണമുണ്ട്. സ്തോത്രം. അമ്മയെ പൈതങ്ങളെ തൊടേണ്ടതിന് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വെറുതെ അല്ല. ദൈവദാസൻ, ഇവിടെയുള്ള ദൈവദാസൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമാ. സ്തോത്ര. ഹല്ലേലൂയ. സഭാധിപന്മാരുടെ വാക്കുകൾ ഇരുമ്പെഴുത്താണി പോലെയും വജ്രത്തിന്റെ മുന പോലെയെന്നാ പറയുന്നത്. അഭിഷിക്തന്മാരുടെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട്, അനുഗ്രഹം കൈമാറാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തമ്മിൽ അനുഗ്രഹിച്ചാലും കരങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചാലും അനുഗ്രഹിക്കപ്പെടുക. സ്തോത്ര. അനുഗ്രഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 10:6 എന്താ പറയുന്നത്? 10:6 അവിടെയും പറയാണ് നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹം വരും. നീതിമാൻ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? ശരി ചെയ്യുന്നവൻ. അതാ നീതിമാൻ, റൈച്ചസ് പേഴ്സൺ. നീതിമാന്റെ, നീതിയോടെ വചനപ്രകാരം നിൽക്കുന്നവന് അനുഗ്രഹം വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായി വരുന്നതാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നഗ്നനായിട്ടാണ് ആ കുഞ്ഞ് വരുന്നത്. ഒരു കാരണം കൂടാതെ അവനൊരു അരഞ്ഞാനം ഉണ്ടാകുന്നു, അവന് ചെരുപ്പുണ്ടാകുന്നു, അവന് ഡ്രസ്സുണ്ടാകുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവന് ബുക്കും പുസ്തകവും സ്ലേറ്റും ഉണ്ടാകുന്നു. കുറേ കഴിയുമ്പോൾ അവന് പ്രത്യേക മുറി ഉണ്ടാകുന്നു, അവന് പിന്നെ വണ്ടി ഉണ്ടാകുന്നു. കുറേ കൂടെ കഴിയുമ്പോൾ അവൻ എന്തെല്ലാം സാധനങ്ങളാകുന്നു, അവൻ ആഹാരം കഴിക്കുന്നു, വളരുന്നു. ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലയോ? സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. ഇതെല്ലാം ഉണ്ടായി വരികയാണ്. നോക്കണേ, 112 സങ്കീർത്തനം 3-ാമത്തെ വാക്യം നോക്കിയേ. 112 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. ഉണ്ടാകും എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നടക്കത്തില്ല. ഉണ്ടാകും എന്ന് പറയുന്നതും ഉണ്ടാക്കും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടാകും. സ്തോത്രം. ഒരു ഉദാഹരണം പറയാം. നാട്ടിൽ ആയിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ ചോറ് വെച്ചിട്ട് കൂട്ടാനില്ലാതെ വരുമ്പോൾ സംഭവിച്ച കാര്യമാണ്. രാവിലെ നോക്കുമ്പോൾ ഒരു കാരണം കൂടാതെ, വിത്തൊന്നും കൂടാതെ നല്ല ഒന്നാം തരം കൂണ് മുളച്ച് നിൽക്കുന്നതാണ്. പ്രീസല്ലോ കൊണ്ടുവന്ന് പതുക്കെ തോരൻ വെച്ചാൽ കഴിക്കും. എൻ്റെ കൂടെ എന്താ ടേസ്റ്റ് എന്നറിയാം. മെഷ്റൂമിന് പ്രത്യേകം ടേസ്റ്റ് ഉണ്ട്. സ്തോത്രം. ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി 30,000 രൂപയുടെ മെഷ്റൂം കറി കഴിച്ചെന്നും പറഞ്ഞ് ഒരു വാർത്ത ഞാൻ കണ്ടായിരുന്നു. സ്തോത്ര. മെഷ്റൂമിന് അത്ര ടേസ്റ്റ് ഉണ്ട്. ഈ കൂണിന് വിത്തൊന്നും കൊണ്ടിട്ടല്ല, തനിയേ ഉണ്ടായി വന്നതാണ്. ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായി വരും. സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മ ഉണ്ടായി വരും. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു.
അവിശ്വാസം വരാതിരിക്കാൻ വേണ്ടി 12 തൊട്ടൂടെ ബാക്കിയെടുത്ത് സ്വതന്ത്രം ഇതിങ്ങനെ വർദ്ധിപ്പിച്ച് വന്നുകൊണ്ടേയിരുന്നു. സ്വതന്ത്രം വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ കിണറ്റിൽ നിറച്ച് വെള്ളമുണ്ട്. സ്തോത്രം. ഞാൻ വെട്ടി കിണറാണ്, ആർക്കും ഞാൻ വെള്ളം കൊടുക്കത്തില്ല. സ്തോത്രം. ഈ വെള്ളം ആർക്കും കൊടുക്കത്തില്ല. പക്ഷെ കൊടുത്താൽ ഒരു 10 ബക്കറ്റ് കോരിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ സ്വല്പം കഴിയുമ്പോൾ കോരിക്കൊണ്ട് പോയ ഇടം ഇല്ലാതെ പിന്നെ നിറഞ്ഞു കാണും. ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലൊരു പശു ഉണ്ട്. രാവിലെ 6 ലിറ്റർ പാല്, വൈകിട്ട് 4 ലിറ്റർ പാല്. അപ്പോൾ രാവിലെ പോയി പിഴിയുമ്പോൾ 6 ലിറ്റർ കിട്ടും, വൈകിട്ട് നിന്ന് പിഴിയുമ്പോൾ 4 ലിറ്റർ കിട്ടും. ഇത് അനുദിനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പിണ്ണാക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധ. ഒരാൾ പറയാണ്, ഈ പിഴിഞ്ഞ് മടുത്തു, ഞായറാഴ്ച രാവിലെ പോയി പിഴിയാം, എല്ലാം കൂടെ ഒരാഴ്ചത്തെ മൊത്തം അന്നങ്ങ് പിഴിയാം എന്ന് പറഞ്ഞ് ഈ പശുവിൻ്റെ അടുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ ചവിട്ടും ഒരു തൊഴിയും ഒരു തുള്ളി പാല് കിട്ടത്തുമില്ല. ശരി, നിങ്ങളാരും ഒന്നും മിണ്ടത്തില്ലല്ലോ, ഒന്നും കിട്ടത്തില്ല. സഹോദരം, ഇത് അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. കർത്താവിന് മാത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടെന്നോ വന്നു, എവിടോട്ടോ പോകും, ഒരു രക്ഷയുമില്ല. സഹോദരം, ഇനി നാളെ ഈ അമേരിക്ക ജീവിക്കുമോ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നാളെ ഞാൻ ഇന്ത്യക്ക് പോകുമോ എന്ന് പറയാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഇതെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുകയാണ്. നമ്മൾ അനുഭവിച്ചു പോകുന്നു, നമ്മുടെ തലമുറകൾക്കായിട്ട് കൊടുക്കുന്നു. മാതാപിതാക്കൾ അവരുടെ സമ്പാദ്യം തലമുറകൾക്ക് വച്ചേച്ച് പോകുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് തലമുറകളുടെ കാര്യം നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അവരെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവരെ പിടിച്ചോണ്ട് വന്നേ പറ്റുള്ളൂ. അത് സംസാരിച്ച് പിടിക്കുന്നെങ്കിൽ പിടിച്ചോ, പ്രാർത്ഥിച്ച് പിടിച്ചെങ്കിൽ പിടിച്ചോ, ഉപവസിച്ച് പിടിക്കുന്നെങ്കിൽ പിടിച്ചോ, ഇനി കൂട്ടായ്മകൾ വെച്ചാണെങ്കിൽ പിടിച്ചോ. ഒരെണ്ണം ചാടിപ്പോകാതെ എല്ലാ മക്കളെയും പിടിച്ചോണ്ട് വരണം. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. സ്തോത്രം. എല്ലാ തേഞ്ഞ് പിടിച്ചോണ്ട് വരണം. സ്തോത്രം. ഒരെണ്ണം പോലും പോകരുത്. സ്തോത്രം. സ്തോത്രം. പുതിയതിനെയും പിടിക്കണം. സ്തോത്രം. പോയതിനെയും തിരിച്ച് പിടിക്കണം, പുതിയതിനെയും പിടിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഉള്ളത് നല്ല പവറോടുകൂടെ നിൽക്കുകയും ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ഉള്ളത് നല്ല പവറോടുകൂടെ ദൈവത്തെ ആരാധിക്കണം. മന്ദതയില്ലാതെ കർത്താവിനെ ആരാധിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നത്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തരും എന്നാ പറയുന്നത്. സ്തോത്രം. അതെങ്ങനെയെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ വെച്ച് ദൈവത്തോട് ഇങ്ങനെ സ്തോത്രം ചെയ്യണം. ദൈവം നമുക്കായിട്ട് തരും എന്ന് പറയുകയാണ്. 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ളൊരു വാക്യവും അതുപോലെ ഫിലിപ്പിയ ലേഖനം 4-6 പ്രാർത്ഥിക്കാനായിട്ട് പറയുകയാണ്. ഒന്ന് വായിക്കാമോ? എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യം ഒന്ന് വായിക്കാം. വേഗം വായിക്കാം. ജ്ഞാനത്തിൻ്റെയും ആത്മാവിൻ്റെയും വെളിപ്പാടിനെ തരേണ്ടതിന് അതൊരു പ്രാർത്ഥനയാണ്. പിന്നെ അപ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. പിന്നെ ഇടുക്കമുള്ള ഹൃദയമാകാൻ പാടില്ല. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൽ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും നിങ്ങൾ അറിയേണ്ടതിനും. അപ്പം നോക്കണേ, ദൈവത്തിൻ്റെ ശക്തിയല്ലേ അവിടെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ചിന്തിച്ച് നോക്കി. ഹല്ലേലൂയ. പരിജ്ഞാനത്താൽ നിറയണമെന്നല്ലേ, വെളിപ്പാടിനാൽ നിറയണമെന്നല്ലേ. സ്തോത്രം. അപ്പോൾ ആത്മീയമായി വളരണമെന്നുള്ളൊരു പ്രാർത്ഥന. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആത്മീയമായി വളരണം എന്നുള്ള ഒരു പ്രാർത്ഥന. ആത്മീയമായി വളരണം എന്നുള്ളൊരു പ്രാർത്ഥന. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. സ്തോത്രം. ഒടുക്കം അവസാനം ഒന്നുമില്ലാതെ പോകാനിടവരാതെ ആത്മീയമായിട്ട് സകല ജനവും വളരണം. സകല ദൈവദാസന്മാരും ദൈവജനവും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ആത്മീയമായി വളരണം. വളർന്നേ പറ്റൂ. വേറെ എക്സ്ക്യൂസ് ഇല്ല. ഒരു ഇൻസ്റ്റഡ് ഓഫ് പറയാനില്ല. സ്തോത്രം. വളർന്നേ പറ്റൂ. ചിലർ പറയാണ്, എനിക്ക് വളരാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. പറ്റും. നിനക്ക് അസാധ്യമായ കാര്യം എന്താണുള്ളത്? നമ്മുടെ കർത്താവിന് അസാധ്യമായ കാര്യം എന്താണുള്ളത്? കർത്താവ് വിശ്വസിക്കുന്നുണ്ട് നമുക്കും എല്ലാ കാര്യങ്ങളും സാധ്യം എന്ന് പറയട്ടെ. സാധ്യം. സാധ്യം.
അതുകൊണ്ട് ഈ ആത്മീയത്തെ കൊന്നേച്ച് ഭൗതികം എടുക്കാമെന്ന് വിചാരിച്ച് നോക്കണ്ട, കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായി വളരണം. മറ്റത് പുറകെ വരുന്നതാണ്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്നാണ്. നീ അതിൻ്റെ മുന്നേ കയറി നടക്കുമെന്നല്ല, നീ ആത്മീയ കാര്യം ചെയ്തു നോക്ക്, ബാക്കി ദൈവം ചെയ്തു തരും. ആലയത്തിൻ്റെ കാര്യം അങ്ങ് ചെയ്തു നോക്ക്, ബാക്കിയൊക്കെ കർത്താവ് ചെയ്തു തരും. സ്വതന്ത്രം ആത്മാക്കളെ നേടി നോക്ക്, ആ കാര്യമൊക്കെ കർത്താവ് ചെയ്തു തരും. എല്ലാ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ തുറന്നു തരും. സ്വതന്ത്രം അല്ലാതെ പാസ്റ്റർ എനിക്കൊരു ബിസിനസ്സുണ്ട്, അതിൻ്റെ മേലൊരു ബന്ധനമുണ്ടെന്ന് പൊട്ടിച്ചു തരാമോ? പൊട്ടിയൊക്കെ പോവുക ചെയ്യും. ഇപ്പം കർത്താവ് നോക്കുമ്പോണ്ടല്ലോ, ഇവൻ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സെൻപേഴ്സ് ചെയ്തവനാണോ നോക്കും, അപ്പോഴാണ് പൊട്ടുന്നത്. സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ഹിസ്കിയ പറഞ്ഞതുപോലെ കർത്താവ് നിൻ്റെ മുമ്പാകെ നേരോടെയൊക്കെ നടന്നു. ഇത് കണ്ടില്ലേ, എനിക്ക് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ചുമരിന് നേരെ മുഖം തിരിച്ച് കർത്താവിനോട് കരഞ്ഞപ്പോൾ 15 വർഷം അവന് ദീർഘമായി കൊടുത്തു. സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവനെ കർത്താവ് നോക്കി അവൻ്റെ അവസ്ഥയ്ക്ക് സ്വർഗത്തിലെ ദൈവം മാറ്റം വരുത്തി കൊടുക്കാൻ കാരണമായി തീർന്നു. നമ്മുടെ കാര്യങ്ങൾക്ക് സ്തോത്രം ചെയ്യണം. ചില ആളുകൾ ആകപ്പാടെ ഞെളിപെരി കൊള്ളുന്ന കാണാൻ കഴിയുന്നു. സ്തോത്രം. ഒരു വചനം കൂടെ അവിടെ ഒന്ന് നോക്കിയാൽ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും. കണ്ടോ, നിങ്ങളുടെ ആവശ്യങ്ങൾ. നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൗതിക ആവശ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടുകൂടെ, അല്ലാതെ നെടുവീർപ്പൂടെ അല്ല. കർത്താവേ എൻ്റെ കുഞ്ഞിനെ വിടുവിക്കണമേ എന്ന് പറയണ്ട. കർത്താവേ എൻ്റെ കുഞ്ഞിനെ വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ, എൻ്റെ കാര്യങ്ങൾ നടത്തി തരണമേ എന്ന് സ്തോത്രം പറഞ്ഞാൽ മതി. സോദരൻ, കർത്താവേ അത് ലഭിച്ചു കഴിഞ്ഞാൽ തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. അനുസരിക്കുന്നതിൻ്റെ മേൽ ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. ആവർത്തന പുസ്തകം 7:13 പറയുന്ന അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. സ്തോത്രം. നിന്നെ ഏറ്റവും അധികം അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. 15:5 കുറിച്ചെടുത്തോ. ആമേ. 15:18 പറയാണ്, സകലത്തിലും നിന്നെ അനുഗ്രഹിക്കും. സകലത്തിലും എന്ന് പറഞ്ഞാൽ നിന്നെ പിന്തുടരുന്ന സകല കാര്യങ്ങളിലും അനുഗ്രഹിക്കും. സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നിന്നെ അനുഗ്രഹിക്കുന്നത് വചനപ്രകാരമാണ് പറയുന്നത്. സ്തോത്രം. അനുഗ്രഹിക്കും. സ്തോത്രം. 33:11 പറഞ്ഞാട്ടെ, ധനത്തെ അനുഗ്രഹിക്കും. ഈ ധനം തന്നെ അവൻ അനുഗ്രഹിക്കില്ല, പിന്നെ എന്തിനാ ധനത്തെ പിന്നെ അനുഗ്രഹിക്കുന്നത്? ആരും ഒന്നും മിണ്ടുന്നില്ല. സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നാട്ടിലൊരു ചെറിയ തേങ്ങ കൊണ്ടുപോയി നട്ടു. അത് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ 2 തേങ്ങ മാത്രം കാഞ്ഞിലി 90 എന്ന് പറഞ്ഞ് നിൽക്കുക. വേറെ തെങ്ങിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു 78 തേങ്ങ അതിങ്ങനെ ചാഞ്ഞ് കിടക്കണം, എന്നെ വെട്ടിക്കുമെന്ന് പറഞ്ഞു. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കി. അനുഗ്രഹം. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഇത് നിറഞ്ഞു വരാൻ കൊണ്ട് കർത്താവ്, അത് കർത്താവാ ചെയ്യുന്നത്, മനുഷ്യരൊന്നുമല്ല. മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് കർത്താവാ ചെയ്യുന്നത്. ചെയ്യും. ആമേ. ചെയ്ത് തരും. 100% ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായിട്ട് കർത്താവ് ചെയ്തു തരും. നിങ്ങൾ വിശ്വസിച്ച് സ്തോത്രം ചെയ്തിട്ട് വേണം ഇന്ന് ഈ ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. ആമേൻ. ഇറങ്ങിപ്പോകാൻ. ഇവിടെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഇറങ്ങിപ്പോണം. എന്നെ ജോലിയിൽ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിപ്പോണം. നിറയെ ആത്മാക്കളെ തന്ന് ഈ ആലയത്തെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാവൂ. നമുക്ക് കർത്താവ് ആലയത്തിന് സ്ഥലം തരും, സ്വന്തമായി ബിൽഡിംഗ് തരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് വേണം ഇറങ്ങിപ്പോകാൻ. അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ തക്കവണ്ണ കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് ആവർത്തനം 33:24 പറയുകയാണ്. സ്വതന്ത്രം. സകലത്തെയും അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. സർവ സഭയെയും അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. ഈ സഭയെ മാത്രമല്ല, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഈ സഭ ഭൂമിയിൽ എവിടെയുണ്ടോ ആ സർവ സഭകളെയും കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദുഡമാനാബാരാബ ശംതുര ദുഡഗ ജഗന ശതുര ജാനക വൈഡൽ തുന ജാനക ശബ്തുരക
ഹല്ലേലൂയ. ആത്മാവിൽ ബലപ്പെട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുകയാൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാം. അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കാം. ഓ, അവന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്മേൽ ഇറങ്ങി വരട്ടെ. അവന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരട്ടെ. ഏറ്റവും അധികമായി നമ്മെ ബലപ്പെടുത്തട്ടെ. മേച്ചിൽ കണ്ടെത്താൻ കർത്താവ് സഹായിക്കട്ടെ. നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടരാനിടയാകട്ടെ. നമ്മുടെ ഗമനത്തെ ആഗമനത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേ, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ട്, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ട്, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട്, ഓ സകല സംവിധാനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. പണിയിപ്പിച്ചില്ലാത്ത ഭവനങ്ങളിൽ പാർക്കാൻ ദൈവം കൃപയാക്കട്ടെ. പണിയിപ്പിച്ചിട്ടില്ലാത്ത ഭവനത്തിൽ നീ പാർക്കും. ഓ, നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ജോലിക്കായിട്ടുള്ള വിളി വരും. ചൂടാനബ ശംതുര, നിന്റെ തലമുറകൾക്കായിട്ട് അവൻ വഴി ഒരുക്കുകയാണ്. നിന്റെ രോഗത്തെക്കുറിച്ച് നീ വേദനപ്പെടേണ്ട, യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ അടിപ്പിണലുകൾ സൗഖ്യമാണ്. പൈശാചിക പോരാട്ടങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാണ്. കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് ആലോചിച്ച് നീ നെടുവീർപ്പിടണ്ട. ഇതാ കർത്താവ് നിന്നെ സഹായിപ്പാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ സഭയെ അനുഗ്രഹിക്കാൻ അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഓ, അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ അവന്റെ കരം ഇന്ന് പകൽക്കാലം വ്യാപരിക്കുകയാണ്. എല്ലാ അന്ധകാര പോരുകളും വഴിമാറിപ്പോകട്ടെ. അന്തരീക്ഷ മണ്ഡലങ്ങളിൽ പോരാടുന്ന, മനസ്സിനെ ഇടിപ്പിക്കാൻ പോരാടുന്ന, ഭയപ്പെടുത്താൻ പോരാടുന്ന അന്ധകാരങ്ങളെല്ലാം വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ഓ ഓ വിടുതൽ വ്യാപരിക്കട്ടെ. ശരീരങ്ങൾ വിടുതൽ ഇറങ്ങട്ടെ. ശരീരങ്ങൾ വിടുതൽ ഇറങ്ങട്ടെ. വിടുതൽ ഇറങ്ങട്ടെ. വിടുതൽ ഇറങ്ങട്ടെ. വിടുതൽ ഇറങ്ങട്ടെ. കർത്താവ് തൊടുന്നു. അവൻ ടച്ച് ചെയ്യുന്നു. അവൻ ടച്ച് ചെയ്യുന്നു. അവൻ ടച്ച് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അവൻ തൊടുന്നു. അവൻ തൊടുന്നു, സൗഖ്യമാക്കുന്നു. ഓ, വഴികളെ തുറക്കുന്നു, വാതിലുകളെ തുറക്കുന്നു. ഓ ഹല്ലേലൂയ. എന്റെ ദാസന് വേണ്ടി ദൈവം വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുകയാണ്. സുവിശേഷ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി നിനക്കായി വാതിൽ തുറക്കുകയാണ്. ഓ, ഹിന്ദി സംസാരിക്കുന്നതിനിടയിൽ ഞാൻ നിന്നെ പിന്നെയും കൊണ്ടുപോകും. അനേക കരങ്ങൾ ഉയരുന്നു, എന്നെ സഹായിക്കാൻ വാ എന്ന്. ദൂരമാനഭാഷ നിനക്ക് ഇടയിൽ നിന്ന് തിക്തമായ അനുഭവം ഉണ്ടായെങ്കിലും അതിനകത്ത് ഞാൻ ഇനിയും വലിയ വിജയങ്ങൾ ഒരുക്കും. ഉടകാമാന, അതിനുള്ള നന്മകളെ ഞാൻ നിനക്കായിട്ട് ഒരുക്കും. ഉടനബ ശന്തല ജഗനകൽ ഖൗഡ റഗാനക. ഓ, സഭ ഒന്നടങ്കം നിന്റെ കൈക്കീഴിൽ ഞാൻ ആക്കി തന്നിരിക്കുകയാണ്. കൈക്കീഴിലുള്ള ആടുകളാക്കി ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ദൂഢമനബ ശന്തുരഘടക. ഉത്സാഹത്തോടെ നീ മുന്നറിയിപ്പ് കൊള്ളുക. ഓ, യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്നോട് കൂടെയുണ്ട്. ഇരമ്യ 20:11. ദൂഢനബ ശാന്തര, നിന്നോട് ആര് യുദ്ധം ചെയ്താൽ അവർ തോറ്റുപോകും, നീ ജയിക്കും. ദൂഢനബ ശാന്തുൽ ഘടകരകനകശസ. ഈ സഭ ജയിക്കും. ഈ പട്ടണത്തിൽ ഒരു അത്ഭുത വിളക്കായി ആമേൻ സ്തോത്രം അത് പ്രകാശിച്ചു വരാൻ കാരണമാകുന്നു. തുടനബ ശന്തൽ ഘടകജാനക ശബ്ദുര ജഗൽഖാനകരഘടക. ആമേ, ചെയ്യേണ്ട ചില നിയോഗങ്ങളിലേക്ക് എൻ്റെ ദാസനെ ഞാൻ നയിക്കുകയാണ്. ഓ റുഖമനവ, ജനത്തെ കൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്ത് ജുഡരബ ആത്മാക്കളെ നേടുന്ന വിഷയങ്ങളിൽ സ്തോത്രം, ദൈവപ്രവൃത്തികൾ, പ്രാർത്ഥനകൾ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്ന അനുഭവങ്ങൾ, ഉടകമനക സന്തരജകരക, വേറിട്ട് ദൈവത്തോട് ജാഗരിക്കുന്ന അനുഭവങ്ങൾ, സഭയിലുള്ള ജനങ്ങൾ ഒന്നടങ്കം ഒരേ കാര്യത്തിന് വേണ്ടി ആമേ മുട്ടിപ്പായി ഹല്ലേലൂയ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ ഈ സഭ ഒന്നടങ്കം കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന മണ്ഡലങ്ങൾ ഹല്ലേലൂയ ശക്തിയായി ഉയർന്നു വരികയാണ്. ഓ ഹല്ലേലൂയ, അനുഗ്രഹിക്കാതെ അവൻ പോകുകയില്ല.
ചൂടാമാനവ ശബ്ദുര കാര്യങ്ങൾ ഉറപ്പിക്കുകയാണ്. 4 തൂണുകളിൽ ഉറപ്പിച്ച് നിർത്തുന്നത് പോലെ ദൈവം നിർത്തി ശബ്ദുര അതിൻ്റെ അതിരുകളെ വിശാലമാക്കി വലിയ സന്തോഷങ്ങളും ആനന്ദങ്ങളും തന്ന് നടത്തുന്ന ദൈവപ്രവൃത്തി കർത്താവ് അയക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണുകയാണ്. നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്യാമോ? ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. കർത്താവിനെ നമുക്കൊന്ന് ബഹുമാനിക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് തൊടുകയാണ്. ഇന്ന് വരാതിരിക്കുന്നവരെയും കർത്താവ് തൊടുകയാണ്. കർത്താവ് അവരെ സൗഖ്യമാക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും സ്വർഗത്തിൽ ദൈവം കൊടുക്കുകയാണ്. അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ തന്നെ ചില വേദനയോടിരിക്കുന്നവര് ഹല്ലേലൂയ അല്ലാത്തവരും സ്തോത്രം. ആമേൻ. നിങ്ങൾ കരങ്ങൾ 2 കരങ്ങൾ ഉയർത്തിയാട്ടെ. അടിയൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. ശത്രു കണ്ടത് ലജ്ജിക്കും. അവൻ തല താഴ്ത്തും. അവൻ്റെ പദ്ധതികൾ തകർന്നുപോയി. നമ്മുടെ മക്കളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അകന്നു നിൽക്കുന്നവർ മടങ്ങി വരികയാണ്. അമാലേക്യർ പിടിച്ചുകൊണ്ടുപോയത് ദാസനെ നീ തിരിച്ചു പിടിക്കും. ദാവീദ് തിരിച്ചു പിടിച്ചു. സഭ ഒന്നടങ്കം പോരാടി. പ്രാർത്ഥനയിൽ പോരാടി. അനേക നന്മകളെ പ്രാപിച്ചെടുക്കാൻ ദൈവം വഴികളെ ഒരുക്കുകയാണ്. കർത്താവെ, കരങ്ങൾ ഉയർത്തപ്പെട്ടവന്മേൽ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ആ ഞെരുക്കങ്ങളിലും വേദനകളിൽ ഇരിക്കുന്നത് റിലീസാകട്ടെ. കർത്താവെ, അവരെ ഞെരുക്കുന്ന അന്ധകാര കോട്ടകൾ മാറിപ്പോകട്ടെ. ദൈവമേ, അവരുടെ ശിരസിന്മേൽ അനുഗ്രഹം വിടട്ടെ. ഇപ്പോൾ എല്ലാ ശിരസിന്റെ മേലും അനുഗ്രഹം വരുന്നു. അത് ശിരസിൽ നിന്ന് താഴോട്ടിറങ്ങുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, ആത്മീയമായ ഉയർച്ചയ്ക്കായി ദൈവപ്രവൃത്തിയുടെ വ്യാപാരം ഇറങ്ങുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ജോലി വിഷയങ്ങളിൽ ഞെരുങ്ങുന്നവരുണ്ട്. നിങ്ങളെ കർത്താവ് ഇന്ന് റിലീസാക്കുകയാണ്. ചിലരുണ്ടല്ലോ, നിങ്ങളെ കർത്താവ് റിലീസാക്കുന്നു. ഞെരുക്കമുണ്ട്, നിങ്ങളെ റിലീസാക്കുന്നു. ചില ജോലി സഫിഷ്യൻ്റ് അല്ല. എൻ്റെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ സഫിഷ്യൻ്റ് അല്ല. ദൈവം നിനക്ക് വഴി തുറക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശാന്തരജഗന വൈഡൽ ഘടക ദീഗ ജഗാനക ശത്രുരജാനക. സ്നാനത്തിനായിട്ട് ചിലർ ഒരുങ്ങുന്നത് കാണുന്നു. അങ്ങ് അകലേന്ന് ഉള്ളങ്ങളിൽ ചിന്തകൾ ഉണരുന്നു. ജുഡകമാന ശബ്ദുര ഒരുക്കങ്ങൾ വരുന്നു. അവർ സ്നാനജലത്തിലേക്ക് നടന്നെടുക്കുന്നു. ഉടമാനബ ജനം ഉണരട്ടെ, ജനം ഉണരട്ടെ. ദൈവ പ്രവൃത്തികൾ ഇതാ വരുന്നു. ഹല്ലേലൂയ. റീഖാമാനവരബ ശബ്ദുര ജഗനക. ഹല്ലേലൂയ. അലർജി രോഗങ്ങളെല്ലാം വിട്ടുപോവുകയാണ്. അവൻ സൗഖ്യപ്പെടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പൈശാചിക ബന്ധനത്താൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഉടരവര നമ്മൾ ഒരുമിച്ച് പൽക്കാലം അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദുഡനബരബ ശംദുര ജഗന വൈഡൽ ഘടക റഗാനക ശംദുര. ആമേ. ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിൽ ഉണ്ടാകും. കൈകൊടുത്ത് പറഞ്ഞാട്ടെ, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിൽ ഉണ്ടാകും. ഐശ്വര്യ സമ്പത്തും നിന്റെ വീട്ടിൽ ഉണ്ടാകും. ഉണ്ടാകും, 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 ഉണ്ടാകും. ആമേൻ, 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 ആമേൻ. ഐശ്വര്യ സമ്പത്തും നിന്റെ വീട്ടിൽ ഉണ്ടാകും. ഉണ്ടാകും, ഉണ്ടാകും. കാരണം നീ ദൈവവൈതല. ഉണ്ടായേ പറ്റൂ. ആമേൻ. സഭയിൽ അത് ഉണ്ടാകും, ഭവനങ്ങളിൽ ഉണ്ടാകും, ഉണ്ടാകും. ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആശീർവാദം പറയാം. അനുഗ്രഹിക്കപ്പെട്ട പ്രഖ്യാപനങ്ങൾ കർത്താവ് ഈ പകൽക്കാലം നമുക്ക് തന്നല്ലോ. നല്ല കർത്താവെ, ഞങ്ങളിതെല്ലാം ക്രിസ്തുവിൽ ഏറ്റെടുക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. എൻ്റെ ജനം ഭക്ഷിച്ച് തൃപ്തിയോടെ എന്നെ ആരാധിക്കും എന്ന് പറഞ്ഞ സാക്ഷ്യം ഈ സഭയെക്കുറിച്ച് നിവൃത്തിയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസനെ ബലപ്പെടുത്തണേ. അടുത്ത സർവീസിലും കർത്താവിൻ്റെ സാന്നിധ്യം വർദ്ധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ.